ക്രിസ്മസിന് ബെപ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന 3 ദിവസം കൊണ്ട് ബെപ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് 154.77 കോടി രൂപയുടെ മദ്യമാണ്. ക്രിസ്മസ് തലേന്നായ ഇന്നലെ 70.73 കോടിയുടെ മദ്യവിൽപ്പനയും നടന്നു. കഴിഞ്ഞ വർഷം 69.55 കോടിയുടെ മദ്യമാണ് വിറ്റത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. അനന്തൻ, അത്ഭുതം തോന്നുന്നില്ല, പ്രതീക്ഷിച്ചതാണ്. ഇത്തരം ഉത്സവ ദിനങ്ങളിലൊക്കെ വലിയ വരുമാനമുണ്ടാകും. അപ്പോൾ എന്തായാലും നന്നായിട്ട് ആളുകൾ ഈ ഉത്സവത്തെ വരവേറ്റുന്നു, കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് കണക്കുകൾ, ജില്ല തിരിച്ച് ഒക്കെയുള്ള കണക്കുകൾ ഡീറ്റെയിൽഡായിട്ട് കിട്ടിയിട്ടുണ്ടോ അനന്ത്? പ്രജീഷ്, ആഘോഷ ദിവസങ്ങളെ മദ്യോത്സവങ്ങളാക്കി മാറ്റുന്ന മലയാളിയുടെ ശീലം ഇത്തവണത്തെ ക്രിസ്മസിനും തെറ്റിച്ചില്ല. ക്രിസ്മസ് തലേന്നായ ഇന്നലെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത്. ഇന്നലെ ക്രിസ്മസ് തലേന്നായ ഇന്നലെ 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ നടന്നത്. കഴിഞ്ഞ വർഷം ഇത് 69.55 കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റിലൂടെ ലഭിച്ച വരുമാനം 154.77 കോടി രൂപയാണ്. അതിനൊപ്പം തന്നെ ഈ വർഷം ഡിസംബർ 22-23 തീയതികളിൽ മാത്രം 84 കോടി രൂപയുടെ മദ്യക്കച്ചവടമാണ് ബെവ്കോ നടത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 75 കോടിയുടെ മദ്യവിൽപ്പന മാത്രമാണ് നടന്നത്. വലിയ വിൽപ്പന നടന്നിരിക്കുന്നു ഇത്തവണ ക്രിസ്മസിൽ ബെവ്കോയുടെ മദ്യക്കച്ചവടത്തിൽ. അതിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ്. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ബെവ്കോയുടെ ചാലക്കുടി ഔട്ട്ലെറ്റാണ്. അവിടെ വിറ്റത് 63,85,000 രൂപയുടെ മദ്യമാണ് വിറ്റത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ഔട്ട്ലെറ്റാണ്. 3ാം സ്ഥാനം ഇരിങ്ങാലക്കുടയ്ക്കാണ്. സാധാരണഗതിയിൽ 1ാം സ്ഥാനത്ത് എത്താറുള്ള തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഇപ്രാവശ്യം വിൽപ്പന 4ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. 5ാം സ്ഥാനം നോർത്ത് പറവൂരിലെ ബെവ്കോ ഔട്ട്ലെറ്റിനാണ്. പ്രജീഷ്. ശരി അനന്തൻ, അങ്ങനെ ക്രിസ്മസും മദ്യമയമാണ് ബെപ്കോയ്ക്ക് ചാകര.